വിശേഷം ഒരു വ്യക്തി സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് വിശേഷം വന്നോ വിശേഷം ആയോ എന്നുള്ളതൊക്കെ. അതിനെ അടിസ്ഥാനമാക്കി സൂരജ് ടോം സംവിധാനം ചെയ്തിരിക്കുന്ന ഒരു കുഞ്ഞു ചിത്രമാണ് വിശേഷം. എഴുതിയിരിക്കുന്നത് ആനന്ദ് മധുസൂദനൻ ആണ്. ആനന്ദ് മധുസൂദനനും ചിന്നുവുമാണ് ഈ ചിത്രത്തിൽ നായകനും നായികയും ആയി അഭിനയിച്ചിരിക്കുന്നത്. നായകൻ്റെ കൂട്ടുകാരനായി അൽതാഫ് സലീമും നായകൻ്റെ ബ്രദറായി എഴുപുന്ന ബൈജുവും വരുന്നു. അവർ രണ്ടുപേരുമായുള്ള കോമ്പിനേഷൻ രംഗങ്ങൾ വളരെ ഭംഗിയായിരുന്നു. മാല പാർവതിയുടെ മേക്ക് ഓവറും ക്യാരക്ടറും വ്യത്യസ്തമായും രസകരമായും തോന്നി. ജോണി ആൻ്റണിയും നല്ല വേഷത്തിൽ ചിത്രത്തിൽ ഉണ്ട്. ആനന്ദ് വളരെ മനോഹരമായി തന്നെ തൻ്റെ റോൾ ചെയ്തു. ചാന്ദിനിയും അതിനു ചേർന്ന് തന്നെ കഥാപാത്രത്തെ അവതരിപ്പിച്ചു. ചിന്നു എന്ന നടി മുമ്പ് ചെയ്ത തമാശ, ഭീമൻ്റെ വഴി, ഗോളം തുടങ്ങിയ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളെ പോലെ തന്നെ വിശേഷത്തിലെ സജിതയും ഓർമ്മിപ്പിക്കപ്പെടാവുന്നതാണ്. അത് അവർ വൃത്തിയായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചിന്നു ഉള്ള പടങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി വരുന്നത്. വിവാഹമോചനവും രണ്ടാം വിവാഹവും ഒക്കെയായിരുന്നു ഒന്നാം പകുതിയിൽ വന്നിരുന്നത്. രണ്ടാം പകുതിയിൽ വിവാഹം കഴിഞ്ഞുള്ള ഫെർട്ടിലൈസേഷൻ ഇഷ്യൂകളും മറ്റുമാണ് വിഷയമായി വരുന്നത്. സിനിമയുടെ ടൈറ്റിൽ എഴുതി വരുന്നതും അതിനോട് ചേർന്നുള്ള ബാക്ക്ഗ്രൗണ്ട് ശബ്ദരേഖയും ഒക്കെ വളരെ ഇൻട്രസ്റ്റിങ്ങും ക്യാച്ചിയും ആയിരുന്നു. ഒന്നാം പകുതിയിൽ അത്യാവശ്യത്തിന് കോമഡിയും കുഴപ്പമില്ലാത്ത മെലഡി ഗാനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പടം ഒന്ന് ഒതുങ്ങിപ്പോകുന്നത് പോലെ തോന്നി. അതായത് സെക്കൻഡ് ഹാഫിൽ മൊത്തം ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പാണ് സിനിമയ്ക്കുണ്ടായിരുന്നത്. ദിലീഷ് പോത്തൻ്റെ കഥാപാത്രവും വളരെ മനോഹരമായി കുറച്ചു ഭാഗമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും പുള്ളി ഇതുവരെ ചെയ്യാത്ത ഒരു പരിപാടിയായി തോന്നി. രസമായി ചെയ്തു. ഇടത്തരക്കാർ ആയവർ കടന്നു പോകുന്ന ജീവിതഘട്ടങ്ങൾ ചിത്രത്തിൽ രസകരമായി കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇൻ്റർവെല്ലിന് ശേഷം കഥാപാത്രങ്ങൾ ഒരു ദുഃഖ വഴിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ നർമ്മങ്ങൾ കലർത്തുന്നും ഇല്ല. അപ്പോൾ സ്വാഭാവികമായും പ്രേക്ഷകരും തിയേറ്ററും രണ്ടാം പകുതിയിൽ ഒരു തണുത്ത അവസ്ഥയിൽ ആവുന്നുണ്ട്. അവസാനത്തേക്ക് പടം ഒന്നുകൂടെ മോട്ടിവേറ്റഡ് ആവുന്ന തരത്തിൽ വരികയും ഹാപ്പി എൻഡിങ്ങോടെ തന്നെ നിർത്തുകയും ചെയ്യുന്നുണ്ട്. സംഗീത സംവിധായകൻ ആയിരുന്ന ആനന്ദ് മധുസൂദനൻ ആദ്യമായി നായകനാകുന്ന ചിത്രം കൂടിയാണ് വിശേഷം. ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും ഗാനരചനയും സംഗീതവും പശ്ചാത്തല സംഗീതവും നിർവഹിച്ചിരിക്കുന്നതും ആനന്ദ് തന്നെയാണ്. സിനിമയിൽ കണ്ടു പഴകിയ നായക സങ്കല്പങ്ങളെ മാറ്റി നിർത്തുന്ന പ്രകടനം തന്നെയായിരുന്നു ആനന്ദ് നടത്തിയത്. ആനന്ദ് കൈകാര്യം ചെയ്ത രചനാ മേഖലയും മികച്ച സംഭാഷണങ്ങളാൽ മനോഹരമായി എന്നു തന്നെ പറയാം. സംവിധായകൻ സൂരജ് ടോം നേതൃത്വം നൽകുന്ന സ്റ്റെപ്പ് 2 ഫിലിംസിൻ്റെ ആദ്യ ചിത്രമാണ് വിശേഷം. അതിനൊപ്പം സംവിധായകൻ എന്ന നിലയിൽ ചിത്രത്തിൻ്റെ മൂഡ് ഉടനീളം നിലനിർത്താൻ സംവിധായകൻ വിജയിക്കുന്നുണ്ട്. കഥാപാത്രങ്ങളുടെ വൈകാരികതയും സന്തോഷവും പ്രേക്ഷകനും അനുഭവപ്പെടുന്നുണ്ടെന്ന് സാരം. വളരെ ലളിതമായ ഒരു ജീവിതം ലളിതമായി തന്നെ ചിത്രീകരിച്ചിരിക്കുകയാണ് വിശേഷത്തിൽ. മൊത്തത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ കണ്ടിരിക്കാൻ കഴിയുന്ന ഡിസിപ്ലിൻഡായി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന തരക്കേടില്ലാത്ത ഒരു കുഞ്ഞു ഫീൽ ഗുഡ് ചിത്രമാണ് വിശേഷം.